ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണ താങ്ങ് പീഠം പരാതി നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയതോടെ വിവാദം ആളിക്കത്തുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കമായിരുന്നു പീഠം കാണാനില്ല എന്ന പരാതിയെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ആരോപിച്ചു. പീഠവും സ്വർണ്ണപാളിയും മറയാക്കി പരാതിക്കാരൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും വിജിലൻസ് സംഘം സംശയിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. മമ്മൂട്ടി SN സ്വാമി CBI സിനിമയുടെ ക്ലൈമാക്സിലെ ടൈലർ മണി എന്ന കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് ശബരിമലയിലെ സ്വർണ്ണപീഠ വിവാദം പുരോഗമിക്കുന്നത്. ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണ്ണപീഠം കഴിഞ്ഞ 4 കൊല്ലമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറിവിലും കൈവശവും ഉണ്ടായിരുന്നു എന്ന വിവരം വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. ദേവസ്വം ബോർഡിനെയും ഉദ്യോഗസ്ഥരെയുമെല്ലാം പ്രതിക്കൂട്ടിലാക്കിയ വിവാദത്തിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായത്. കോവിഡ് കാലത്താണ് ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം പൊതിയുന്ന സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബം വഴിപാടായി നൽകിയത്. അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണം പൂശിയ പിത്തളപ്പാളികൾ തിരികെ എത്തിച്ചപ്പോൾ 4 കിലോഗ്രാമോളം കുറവുണ്ടായി എന്ന വാർത്ത പിന്നീട് പുറത്തുവന്നു. ഹൈക്കോടതി വൻ വിമർശനം ഉന്നയിച്ചു. രാഷ്ട്രീയ വിവാദവും തുടങ്ങി. അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതിനിടെയാണ് സ്വർണ്ണപ്പാളി മാത്രമല്ല ദ്വാരപാലക ശില്പങ്ങൾക്ക് താങ്ങുപീഠവും സമർപ്പിച്ചിരുന്നു, ഇത് കാണാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തൽ ആളിക്കത്തുന്ന വിവാദത്തിനിടെ എരുതിയിലെ എണ്ണയായി. ഹൈക്കോടതി ഇടപെടലിൽ അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസാണ് പരാതിക്കാരന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും പീഠം കണ്ടെത്തിയത്. ഇതോടെയാണ് സംഭവത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും ഗൂഢാലോചനയും ദുരൂഹതയും സംശയിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുൻപ് മാത്രമാണ് ആരോപണമുയർന്നത്. ഇതറിയാമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിചാരി കള്ളം പറഞ്ഞത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടുകൊണ്ടുപോയി എന്ന് ആക്ഷേപം ഉന്നയിച്ചത്, ആരോപണം ഉന്നയിച്ചത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, ഇവിടുത്തെ BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതെന്താ? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? ദ്വാരപാലക ശില്പങ്ങളുടെ വലിപ്പവുമായി പീഠം ചേരുന്നില്ലെന്നും ശില്പത്തിന് പാകമായി പുതുക്കി പണിത് നൽകണമെന്നാവശ്യപ്പെട്ടാണ് ദേവസ്വം അധികൃതർ പീഠം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ തിരികെ ഏൽപ്പിച്ചതെന്നാണ് വെളിവാകുന്ന വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റി സുഹൃത്തായ വാസുദേവൻ പോറ്റിയുടെ വീട്ടിലാണ് പീഠം സൂക്ഷിച്ചിരുന്നത്. കോടതി വിഷയത്തിൽ ഇടപെട്ട് വലിയ വാർത്തയായതോടെ അന്വേഷണം ഭയന്ന് വാസുദേവൻ പോറ്റി പീഠം തിരികെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിച്ചു. ഉണ്ണികൃഷ്ണൻ ഇത് ഓഗസ്റ്റ് 13-ാം തീയതി വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി. ഇന്നലെയാണ് വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തിയത്. ഇതിനിടെ പീഠവും സ്വർണ്ണപ്പാളിയും മറയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതായി വിജിലൻസിന് സൂചന ലഭിച്ചു. അയ്യപ്പ ഭക്തരിൽ നിന്ന് പൂജയുടെ മറവിൽ പണം പിരിച്ചതായും പീഠങ്ങൾ ശബരിമല സ്ട്രോങ് റൂമിൽ രഹസ്യമായി എത്തിക്കാൻ നീക്കം നടത്തിയതായും വിജിലൻസ് കണ്ടെത്തി. ചുരുക്കത്തിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ താങ്ങുപീഠം 2021 മുതൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ വാസുദേവൻ പോറ്റിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഇതിനിടെ പരാതി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ സംശയ നിഴലിലാക്കി, ഭക്തരെ വിഡ്ഢികളാക്കിയെന്നാണ് സർക്കാരിന്റെ ആരോപണം. അയ്യപ്പ സംഗമം നടക്കാനിരിക്കെ പരാതിയും പുറത്തുവന്നു. വരും ദിവസങ്ങളിൽ വിവാദം കൂടുതൽ തലങ്ങളിലേക്ക് പടരുമെന്നുറപ്പ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.